ഹായ് ഓൾ, വെൽക്കം ടു കബൂഡിൽസ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്നത്തെ വിഭവം കട്ടിക്കാളനാണ്. അതിനായി ഒരു നേന്ത്രക്കായ ഇതുപോലെ അരിഞ്ഞ് നമ്മുടെ പാത്രത്തിലേക്ക് ഇടുകയാണ്. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒറ്റ ഒരു കായ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കായ വേവാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഓടിപ്പോയി അരപ്പ് റെഡിയാക്കാം. അതിനായി അരമുറി തേങ്ങ, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നല്ല കട്ടിയായിട്ടുള്ള തൈരിൽ, അതായത് ഒരു 2 ടീസ്പൂൺ തൈരിൽ അടിച്ച് നല്ല മഷി പോലെ പേസ്റ്റാക്കി അടിച്ച് മാറ്റി വയ്ക്കാം. കാളൻ നല്ല കട്ടിയായി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം അധികമായി ചേർക്കുന്നില്ല. കറക്റ്റ് അളവ് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ കായ വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് അതിലേക്ക് ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങയുടെ പച്ചച്ചുവ പോകാൻ വേണ്ടി ഒരു 3 മിനിറ്റ് കൂടെ നമുക്ക് തിളപ്പിക്കാം. മൂടി വെച്ച് തിളപ്പിക്കാം കേട്ടോ. തേങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 4 ടേബിൾ സ്പൂൺ കട്ടി തൈര് ചേർക്കാം. തീയും ഓഫ് ചെയ്യാം, കാരണം ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടാം. നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഒരു വറ്റൽമുളക്, ഒരു തണ്ട് വേപ്പില എന്നിവ ചേർത്ത് കടുക് താളിച്ചൊഴിക്കുകയാണ്. കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ മൂടി വെക്കണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല ജനറലി. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കറി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ചൂടാറിക്കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഓണാശംസകൾ.